ഇറാന്റെ പല ഭാഗങ്ങളിലും ഈ ഇസ്രായേലിന്റെ മിസൈൽ അറ്റാക്ക് ഇന്നലെ രാത്രി ഉണ്ടായി. യുദ്ധത്തിന് പിന്നാലെ ചില ആളുകൾ ഇറാനിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് മലയാളി അഫ്സൽ ഖാൻ. അദ്ദേഹം നേരത്തെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ദുബായിൽ നിന്നാണ് അദ്ദേഹം ബിസിനസ് ആവശ്യത്തിനായിട്ട് ടെഹ്റാനിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെയുണ്ട്. ഇന്നലെ തലനാരിഴയ്ക്ക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഇരുവരും പറയുന്നു. അഫ്സൽ ഖാൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അഫ്സൽ ഖാൻ, യഥാർത്ഥത്തിൽ ഇന്നലെ വലിയൊരു ആക്രമണം നടക്കുമെന്ന രീതിയിൽ വ്യാപകമായ പ്രചാരണം ഉണ്ടായിരുന്നു. രണ്ടുപേരും കടുത്ത തയ്യാറെടുപ്പിലായിരുന്നു. ഇന്നലെ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? മിസൈൽ ആക്രമണമായിരുന്നോ? അതെ, ഞായറാഴ്ച വരെ ഞങ്ങള് റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. റൂമിൽ നിന്ന് വെളിയിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച മോർണിംഗിൽ ഞങ്ങൾ ഇന്ത്യൻ എംബസിയിലേക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫോണിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക എന്ന് മാത്രമേ അവർ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നത്. പക്ഷേ തെഹ്റാനിൽ ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു തെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം, തെഹ്റാൻ അവരുടെ കൺട്രോളിലാണ്, ഞങ്ങൾ ഏത് സമയത്ത് അറ്റാക്ക് ചെയ്യുന്നുള്ള ന്യൂസുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എംബസിയുടെ ഭാഗത്തേക്ക് പോയത്. എംബസിയുടെ ഭാഗത്ത് പോയപ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഓഫീസ് അടുത്ത് അവിടുന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പഴയ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്താണ് മിസൈൽ ആക്രമണം ഞങ്ങൾ തൊട്ട് മുമ്പിൽ ഒരു 100 മീറ്റർ അപ്പുറത്ത് വന്നിട്ട് വീഴുന്നത്. തലനാരിഴയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവസ്ഥ. അവിടുന്ന് എല്ലാവരും മെട്രോയുടെ അണ്ടർഗ്രൗണ്ട് ആണ് മെട്രോ അവിടെ ഉള്ളത്. അങ്ങോട്ട് ഞങ്ങൾ ഒരു 50 മീറ്റർ തൊട്ട് അടുത്ത് തന്നെ 50 മീറ്റർ അടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ആ സിറ്റുവേഷനിൽ നിന്ന്. ഇതിന്റെ സാധാരണഗതിയിൽ ഇതിന്റെ അലർട്ട് വരുമല്ലോ, ഈ മിസൈലൊക്കെ വരുന്നതിന് മുമ്പുള്ള അലർട്ട്, അങ്ങനെയുള്ള അലർട്ടുകളൊന്നും കിട്ടിയില്ല? ഒരിക്കലും ഇല്ല. അവിടെ അലേർട്ട് എന്ന് പറഞ്ഞാല് ഇത് എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കാണ്. അവിടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഫസ്റ്റ് ദിവസം സ്റ്റാർട്ടിങ് സമയത്ത് മാത്രമാണ് വല്ലപ്പോഴും ശബ്ദം കേട്ടിരുന്നത്. ഏകദേശം ശനിയാഴ്ച മുതൽ നിരന്തരം തെഹ്റാൻ ഭാഗത്ത് മിസൈലുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അലേർട്ടും ഒന്നും അവിടെ ഇല്ല. അല്ല, എവിടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇസ്രയേലിന്റെ ഈ മിസൈലുകളെ തടുക്കാൻ കഴിയുന്ന ഈ ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടോ അവിടെ? ഞങ്ങള് അവിടുന്ന് ഇപ്പൊ ഇന്നലെയാണ് ഞങ്ങൾ അവിടുന്ന് തെഹ്റാനിൽ നിന്ന് മൂവ് ചെയ്ത് ഞങ്ങൾ ഇവിടെയുള്ള സുഹൃത്ത് പറഞ്ഞു നമുക്ക് എന്തായാലും തെഹ്റാനിൽ നിന്ന് നമ്മുടെ ജീവൻ അപകടത്തിലാവും, ഞങ്ങൾ എന്തായാലും ഫാമിലി അടക്കം ഇവിടുന്ന് മൂവ് ചെയ്യാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടെങ്കിൽ പോരാം എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചിട്ട്. അപ്പൊ ഇന്ത്യൻ എംബസി പറഞ്ഞിരുന്നത് ഞങ്ങളോട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങൾ അവരുടെ വാക്ക് കേൾക്കാതെയാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോകുന്നത്. അത് പോരുന്ന സമയത്താണ് ഏകദേശം നമ്മുടെ തെഹ്റാൻ ഭാഗം വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസൈൽ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ മുകളിലൂടെ കാണുകയാണ്. ഞങ്ങൾ കണ്ണോട്ട് കാണുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ. അത് പലയിടത്തും ഞങ്ങൾ കൺമുമ്പിൽ തന്നെയാണ് വീഴുന്നത്. എന്തോ ഭാഗ്യത്തിനാണ് ഞങ്ങൾ അവിടുന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ട് ഇപ്പൊ യസ്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. ഈ യസ്ദ് എന്ന് പറയുന്ന സ്ഥലം യുനെസ്കോയുടെ ഇതിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ അതെ, അതുകൊണ്ട് വലിയ ബിൽഡിങ്സോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഇവിടെ അവരുടെ മിലിറ്ററി ക്യാമ്പോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതാണ് ഇവിടെ അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ള ചെറിയൊരു പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് അവിടെയുള്ള ആളുകളെ തെഹ്റാൻ ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇങ്ങോട്ട് മാറി പോന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്കൾ കെയർ എടുക്കുക. കാരണം ഈ ഇസ്രയേല് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കാരണം ഇറാനെ തകർത്ത് തരിപ്പണമാക്കും എന്ന തീരുമാനത്തിലാണ്. പ്രത്യേകിച്ച് അവരുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത് കളയും എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രയേലിന്റെ വരവ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കെയറും എടുക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. പക്ഷേ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഏതെങ്കിലും കരമാർഗോ അല്ലെങ്കിൽ ലാൻഡ് മാർഗോ എവിടെന്നെങ്കിലും ഇവിടെ ബോർഡർ ഓപ്പൺ ആണോ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുവഴിയെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊന്നും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. ഓക്കെ, ഇന്ത്യൻ എംബസിയുടെ ആളുകളുടെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവരാൻ നമ്മളും ശ്രമിക്കാം. എന്നാലും താങ്കൾ സുരക്ഷിതമായി തുടരുക. വളരെ സാമാന്യ ബുദ്ധിക്ക് അപ്പുറമുള്ള തീരുമാനത്തിൽ നീങ്ങുക, അതേ നമുക്ക് പറയാനുള്ളൂ. കാര്യം ആകാശം നിറയെ മിസൈൽ പാഞ്ഞു കിടക്കുന്ന സമയത്ത് അതിൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന നമ്മൾക്ക് പെട്ടെന്ന് എന്തൊക്കെ അപകടങ്ങൾ വരുമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും താങ്കൾ കെയർ എടുക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ടെഹ്റാനിൽ ബിസിനസ് ആവശ്യത്തിന് പോയ അഫ്സൽ ഖാനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അവിടെ പെട്ടുപോയി എന്നുള്ളതാണ്. ദുബായിൽ നിന്നാണ് ഇരുവരും ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മിസൈൽ കൊടയ്ക്ക് കീഴിലാണ് അവരുള്ളത് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.